രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ നിങ്ങൾ വളരുന്ന സമയത്ത് ഒരു 10-12 വയസ്സിൽ ടീനേജ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കാണുന്ന ചില മാറ്റങ്ങൾ അത് ഞാൻ നിങ്ങളോട് പറയും, ചോദിച്ചതിനുള്ള ആ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ തന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ വിട്ടുതരുന്നതാണ്. നിങ്ങളുടെ അധ്യാപകരിന്ന് നിങ്ങളെ ശകാരിക്കാനും മോൾഡ് ചെയ്ത് കൊണ്ടുവരാനുമുള്ള എല്ലാ റൈറ്റും നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ ഉള്ള ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു സംഭവമുണ്ട്, മാതാ പിതാ ഗുരു ദൈവം. ഇതിലെന്താണ് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ട് ദൈവം എന്നുള്ളത്? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ മാതാവും പിതാവും ഗുരുവുമാണ് നിങ്ങളുടെ ദൈവം, കൺകണ്ട ദൈവങ്ങൾ. ബാക്കിയെല്ലാം വിശ്വാസമാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ആ പ്രതീകങ്ങൾ, അപ്പം അവരെ എന്നും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അവരെന്ത് പറയുന്നു, അവരിൽ നിന്ന് എന്തെല്ലാം നമുക്ക് നേടാൻ സാധിക്കും. അല്ലാതെ അധ്യാപകൻ്റെ മേക്കെട്ട് കയറുക, അല്ലെങ്കിൽ അധ്യാപകൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്നെ അറിയുന്ന ഒരു ടീച്ചർ കൂടി ഇരിപ്പുണ്ട്, എൻ്റെ നാട്ടിലത്തെയാണ്, പക്ഷെ അവർക്കൊക്കെ അറിയാം എൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. എൻ്റെ അച്ഛൻ മാസത്തിൽ ഒരിക്കൽ സ്കൂൾ വരുമായിരുന്നു. എൻ്റെ അച്ഛൻ മാത്രമേ വരാറുണ്ടായിരുന്നു. എന്തെങ്കിലും കംപ്ലൈൻറ്റ് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ താൻ കൊണ്ടുവന്നിരിക്കുന്ന കുടയുമായിട്ട് ആ സ്കൂളിൻ്റെ വരാന്തയിൽ ഇട്ടിട്ട് എന്നെ അടിക്കുന്ന എൻ്റെ അച്ഛനുണ്ടായിരുന്നു. മാഷന്മാർക്ക് എന്നെ അടിക്കാനുള്ള എല്ലാവിധത്തിലുള്ള അധികാരവും അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കയറി വരുന്ന സമയത്ത് എനിക്ക് അധ്യാപകരെന്ന് പറഞ്ഞ ഈ ഫാദേഴ്സിനെ കാണുന്ന സമയത്ത് എന്നേക്കാൾ വയസ്സിലൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ എൻ്റെ ആ മനസ്സിനകത്തുള്ള അധ്യാപകരോടുള്ള ബഹുമാനം അതിന്നും പോയിട്ടില്ല മക്കളെ. അതൊരിക്കലും നിങ്ങൾ കളയരുത്. കാരണം ഈ അധ്യാപകർ എന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും 12-ാം ക്ലാസ് വരെയും ഇതേ സ്കൂളുണ്ടാവും. നിങ്ങൾ പോവും. പലപ്പോഴും കലക്ടറും വലിയ വലിയ IAS-ഉം IPS-ഉം ആർമി ഓഫീസേഴ്സും നേവി ഓഫീസേഴ്സും എല്ലാം ആയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അതേ അധ്യാപകർ അതുപോലെ തന്നെ അതേ ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും പഠിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. വല്ലപ്പോഴും തിരിച്ച് നിങ്ങൾ ആ ജീവിതത്തിൻ്റെ വലിയ വലിയ ഹൈറ്റുകൾ എത്തുന്ന സമയത്ത് തിരിച്ച് ഇതേ ഡോൺ ബോസ്കോ സ്കൂളിൽ വന്നുകൊണ്ട് ചിലപ്പോൾ അധ്യാപകർ 10-20 വർഷത്തിന് ശേഷം നിങ്ങളുടെ മുഖം മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ പോയി പറയണം, സർ ഞാൻ 9B-യിലുണ്ടായിരുന്ന ഇന്ന ആളാണ്, എന്നെ ഓർക്കുന്നുണ്ടോ? അധ്യാപകൻ പെട്ടെന്ന് ഓർക്കും. നീ ഇപ്പം എന്ത് ചെയ്യുന്നു? സർ ഞാനൊന്ന് ഇന്ന സ്ഥലത്ത് സെക്രട്ടറിയാണ്, IAS ആണ്. ആ അധ്യാപകൻ്റെ കണ്ണിൽ കാണുന്ന ഒരു സ്പാർക്കുണ്ടല്ലോ, ഒരു ഗ്ലിറ്ററിങ്, ഒരിറ്റ് കണ്ണീരങ്ങ് പൊടിയാണ് സന്തോഷത്തിൽ. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഈ ലെവലിലെത്തി എന്നത് സന്തോഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ അധ്യാപകരെന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൽ എന്നും സന്തോഷിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, അധ്യാപകർ, നാട്ടുകാർ. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും അഡ്വൈസ് വേണം. പക്ഷേ ഇന്ന് ഞാൻ കാണുന്ന കുട്ടികൾ, എനിക്കിപ്പോൾ ഫുൾ ഓഡിയൻസിനെ കാണാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തു വരുന്ന എത്ര? സത്യസന്ധമായിട്ട് കൈപോക്കണം. നോണ പറഞ്ഞാലും അങ്കിളിന് അറിയില്ല, സത്യം പറഞ്ഞാലും അറിയില്ല. അപ്പം സത്യസന്ധമായിട്ട് ആ കൈയൊന്ന് പൊക്കി എത്ര പേര് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നവരുണ്ട്? ഒന്ന് കൈപൊക്കി. ഓ, ഐ എം വെരി ഹാപ്പി. സോ മെനി ഹാൻഡ്സ്. അത് ചെറിയ കുട്ടികളിലാണ് ഞാൻ അധികം കാണുന്നത്. ആ 13-14 വയസ്സാകുമ്പോഴത്തേക്കുള്ള കുട്ടികളുടെ കൈ പൊങ്ങുന്നില്ല. ഓക്കെ മോളെ, കൈ താത്തിക്കോളൂ. താങ്ക് യു സോ മച്ച്. യു ആർ ഓൾ ഗ്രേറ്റ് ചിൽഡ്രൻ. വൈ? ബിക്കോസ് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ തോന്നും. ഞാൻ എന്തൊക്കെയോ വലുതായി, എനിക്ക് ഇവരുടെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല. നഴ്സറി സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന സമയത്ത് അമ്മയെ വിട്ടുപിരിഞ്ഞ് പോകാൻ പറ്റാത്ത കുട്ടികളെ നമ്മൾ കണ്ടു. കരഞ്ഞുകൊണ്ട് അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികൾ 10-12 വയസ്സാവുന്ന സമയത്ത് അടുക്കളയിൽ ടിഫിൻ കാരിയറും പാക്ക് ചെയ്തിട്ട് ടേബിളിന് മുകളിൽ വെച്ച് ആ ടിഫിൻ കാരിയർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലും അമ്മയോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയാൻ മറക്കുന്നു. കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേറെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, അരുത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ജന്മം തന്ന അമ്മയുടെ ചൂട് നിങ്ങൾ അറിയുന്നിടത്തോളം അറിഞ്ഞുകൊണ്ടിരിക്കണം.
കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ആ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ചൂട് അനുഭവിച്ചിട്ട് പോയാൽ നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല. ഇതില്ലാത്തിടത്തോളം കാലം അമ്മയിൽ നിന്ന്, അമ്മയോടുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്കിള് അച്ഛനെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാനും ഒരു അച്ഛനാണ്, എൻ്റെ ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാനൊരിക്കലും ആ സ്നേഹം ഉണർന്നിരിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല. പക്ഷെ പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പല സമയത്തും ഒരിറ്റ് കണ്ണീര് കാലിൻ്റെ തുടയിലോ അല്ലെങ്കിൽ എവിടെയോ വന്ന് വീഴുന്നത് അതൊന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ ചെയ്ത വികൃതിക്ക് എനിക്ക് എന്നെ മുഴുവൻ അടിച്ച് ശകാരിച്ച് ഞാൻ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ കാലിൻ്റെ മുകളിൽ വന്ന് തലോടിയിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണില്ല. ഇതാണ് അച്ഛന്മാർ. കാരണം അവർ ജീവിതത്തിൻ്റെ പ്രാരാബ്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിനെ കൊണ്ടു നടത്താൻ വേണ്ടി അച്ഛനുണ്ട്. പക്ഷെ അപ്പുറത്തെ അമ്മ, ഈ അമ്മയാണ് നിങ്ങളെല്ലാം മോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മമാരുടെ ഉള്ള റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, കുട്ടികൾ എന്നും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ആ മൊബൈലിൽ നിന്നൊന്ന് കണ്ണ് മാറ്റിക്കൊണ്ട് ആ ആൺകുട്ടിയാണെങ്കിലും മോളാണെങ്കിലും മോനാണെങ്കിലും അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ. ആ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ? ഇന്നത്തെ സമൂഹം മുഴുവൻ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇവർക്കെല്ലാം കാശ് മാത്രം മതി. എന്ത് വിഷം കൊടുത്തിട്ടാലും വിഷം വിറ്റിട്ടാണെങ്കിലും ശരി, സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് ഇന്ന് ഡ്രഗ് മാഫിയ നമ്മുടെ കുട്ടികളെയാണ് പിടിക്കുന്നത്. അവരെ നമുക്കറിയണമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഈ കുട്ടി ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് കണ്ടാലറിയാം ആ കണ്ണിൽ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ എന്നുള്ളത്. അതിനാ കണ്ണിലേക്ക് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് തന്നെയാലും ശരി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് എന്തെല്ലാം വെളിയിൽ നടന്നോ ഇതെല്ലാം വീട്ടിൽ പോയിട്ട് അമ്മയോടും അച്ഛനോടും പറയണം. ഈ സമയത്ത് നിങ്ങളുടെ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും ആ കണ്ണിൽ നോക്കിക്കൊണ്ടുള്ള. ഈ സമയത്ത് അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. ഞാനൊക്കെ വളരെയധികം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പല സ്കൂളിലും പല കാര്യങ്ങളൊക്കെ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളിൽ കാണുന്ന ഈ പ്രശ്നം നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ച് നിന്നാൽ പലപ്പോഴും ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് റൂമിൽ മനസ്സിലാക്കുന്ന ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി വായിച്ചിട്ടുള്ളൊരു കേസ് പോലും അത് അധ്യാപകനാണ് പിടിച്ചത്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോഴാണ് ഭീകരമായിട്ടൊരു സത്യം പുറത്തു വരുന്നത്. സോ നമ്മളെല്ലാവരും, അച്ഛനമ്മമാരും അതുപോലെ തന്നെ കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യം എന്ത് പുറത്ത് ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് വീട്ടിൽ പോയി അമ്മയോടോ അച്ഛനോടോ 5 മിനിറ്റ് നിന്ന് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റോങ് ലാംഗ്വേജിൽ പോവില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ആ തെറ്റായ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾ. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഇത് ഇത്രയും ആധികാരികമായിട്ട് മേജർ റിവ്യൂകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കേട്ട് വേണം, പട്ടാളക്കാരൻ കള്ളു കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ പട്ടാളക്കാരൻ 17 വയസ്സിൽ ഒരു പട്ടാളക്കാരനായിട്ട് പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം 24 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത് അതിൽ 3 മാസം സിയാച്ചിലും 1.5 വർഷം കാർഗിലും -65 ഡിഗ്രീസിലടക്കം സർവീസ് ചെയ്തിട്ടും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ഞാൻ ഈ 24 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ അധികാരമുണ്ട് നിങ്ങളോട് പറയാൻ. കീപ് അവേ ഫ്രം ദ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്കായിട്ട് നിങ്ങൾ വേണം. നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ ശക്തിയാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പം നിങ്ങൾ മാനസികമായിട്ടും സ്ട്രോങ് ആവണമെങ്കിൽ ഇതുപോലുള്ള ഈ രാക്ഷസന്മാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയിലും അച്ഛനും വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപകരിലും. എന്തുണ്ടെങ്കിലും ഈ 3 വ്യക്തികളോട് പറയാൻ നിങ്ങൾ മടിക്കരുത്. തെറ്റ് നമ്മൾ ചെയ്യും, പക്ഷെ ആ തെറ്റ് ചെയ്തതിന് ശേഷം അത് ഒളിച്ചു വെക്കുമ്പോഴാണ്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ നേരത്തെ കുറേ കൈകൾ പൊങ്ങിയിട്ടില്ല, അതാണ് പറഞ്ഞത്. നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി സത്യം പറയാൻ പഠിക്കണം. യെസ്, ഐ എം സോറി സർ, ഐ ഡിഡ് ദിസ്. അവിടെയാണ് നിങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് ഒരു വിദ്യാലയത്തിലെ അധ്യാപകരും ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മൾ തെറ്റിയത് നമുക്കറിയാം ആ കുട്ടി തെറ്റ് ചെയ്തതെന്ന്, പക്ഷെ നുണ പറയുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരികയാണ്. എന്തിനാണ് ഈ പയ്യൻ അല്ലെങ്കിൽ ഇവള് എന്നോട് ദേഷ്യം ഈ നുണ പറയുന്നത് എന്നുള്ളത് തോന്നുന്ന സമയത്ത് we all lose our temper. So always believe that. പിന്നെ കുട്ടികളോട് പറയുന്നത്, റിസൾട്ട് ഇനിയിപ്പോൾ വരാൻ പോവുകയാണ് ഏപ്രിലാകുമ്പോഴത്തേക്കും. നിങ്ങൾ എന്ത് A+, B+ ഒന്നല്ല നിങ്ങളുടെ ജീവിതത്തിനെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ മുകളിൽ എനിക്കൊരു ശകലം കുറഞ്ഞു പോയി മാർക്കെന്ന് പറഞ്ഞാൽ
അപ്പോൾ വാശി പിടിക്കുക, അടുത്ത എക്സാമിനേഷൻ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ പേരൻസിനോടും എനിക്ക് റിക്വസ്റ്റാണ്, ഒരിക്കലും നമ്മുടെ കുട്ടികളെ, നേരത്തെ ഫാദർ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ വി ഷുഡ് നോട്ട് കമ്പയർ അവർ ചിൽഡ്രൻ വിത്ത് അതേഴ്സ്. നമ്മുടെ കുട്ടിക്ക് വേറെ എന്തൊക്കെയോ കഴിവുണ്ട്, ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കും. ഒരിക്കലും A+ വാങ്ങിച്ചിട്ടുള്ള, ഇപ്പോൾ ഹോർഡിങ്സ് ഇവിടെ എല്ലാം കയറും. ഏപ്രിൽ മാസം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ മോനെ, നിൻ്റെ ഒരു ഹോർഡിങ് എനിക്ക് ഇവിടെ ഒന്നും വെക്കാനുള്ള യോഗം കിട്ടിയിട്ടില്ല. കാരണം അവൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പം, അപ്പാ ടുഡേ ദ റിസൾട്ട് ഹസ് കം, വെരി ഗുഡ്, വാട്ട്സ് ദ റിസൾട്ട്, ഡിഡ് യു പാസ് ഓർ നോട്ട്? പറഞ്ഞു യെസ് പാസ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് യു വാണ്ട് ടു നോ ദ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു. പെർസെൻറ്റേജ് എന്തായാലും നീ പാസ്സായാലടാ, നിൻ്റെ അച്ഛൻ തോറ്റതാണ്, അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. നീ വാട്ട് എൽസ് ഉണ്ട്? സോ ഈ ശരിക്കും 47. ഫൈനലി ദിസ് 12th സ്റ്റാൻഡേർഡ് എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷനിൽ വരുന്ന സമയത്ത് അന്ന് റിസൾട്ട് വന്നപ്പം അവൻ പറഞ്ഞു, പപ്പ ഐ സ്കോർഡ് 91%. ഞാൻ ഒരു ശകാരിക്കലോ ഒരു കമ്പാരിസനോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യരുത്. നമ്മുടെ കുട്ടിക്ക് നമ്മളറിയുന്ന ചില കഴിവുകളുണ്ടായിരിക്കും. എന്നാൽ ഞാൻ വേറൊരു ഫംഗ്ഷൻ പോയ സമയത്ത് ആ ഒരു വ്യക്തി, അവിടെ ഒരു VIP ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മോന് ചെസ്സിനോട് വലിയ താല്പര്യമായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത്, പപ്പ ചെസ് കളിക്കാം. അപ്പം ഞാൻ വിടറാ. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത്, ടുഡേ ഹി ഹാഡ് ഗോൺ അപ്പ് ടു ദ നാഷണൽസ്. അതെന്താണ്, പെട്ടെന്ന് അച്ഛൻ റിയലൈസ് ചെയ്തു. എന്നിട്ട് അച്ഛൻ പറയണം, ഐ ഫെൽറ്റ് സോ സോറി ദാറ്റ് ഐ ഡിഡ്ന്റ് റെക്കഗ്നൈസ് മൈ സൺസ് ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓർ കേപ്പബിലിറ്റീസ് ഓഫ് ഡൂയിങ് സംതിങ്. അപ്പം അതുകൊണ്ട് നമ്മൾ പേരൻസും കുട്ടികളും എല്ലാവരും കൂടെ അങ്ങ് ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് നമുക്കല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, കൂട്ടുകുടുംബം ഇല്ലാത്തൊരു പ്രശ്നം. നമ്മളെല്ലാം ന്യൂക്ലിയസ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. മുത്തശ്ശിമാരെയും കാണണമെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോകണം. ഇപ്പുറത്തെല്ലാം സെൽഫിഷാണ്. ഐ വാണ്ട് മൈ പ്രൈവസി. പക്ഷെ അതിനകത്ത് നമ്മുടെ സംസ്കാരം നമ്മൾ മറന്നു പോകുന്നു. നമുക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛനോ അറിയാം. അവർ പറഞ്ഞു കൊടുക്കുന്ന പോലെ പേരക്കുട്ടികൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ മിസ്സിംഗ് ഉള്ള സമയത്ത് വി ഓൾ ഹാവ് ടു കലക്ട് ടുഗദർ ആൻഡ് പുട്ട് ദിസ് ചിൽഡ്രൻ ഇൻ ടു എ സ്ട്രോങ് പ്ലാറ്റ്ഫോം. അതിന് എൻ്റെ റിക്വസ്റ്റാണ്, മാതാവും പിതാവും ഗുരുവും ആവശ്യമാണ്. അതുപോലെ നിങ്ങളും. ഞാൻ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു കുട്ടിക്ക് മൊബൈൽ കിട്ടിയില്ലെന്നും പറഞ്ഞ് ആ അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത് മക്കളെ. കാരണം നിങ്ങളുടെ ഗുരുനാഥനാണ്. ആ ഗുരുവിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏത് സമയത്തും ആ ബഹുമാനം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു പോവുകയുള്ളൂ, ഒരിക്കലും താഴില്ല. ഈ അഹങ്കാരം ആരോട് കാണിക്കുന്നു? നമ്മൾ ആരുമല്ല. ഇപ്പം ഞാനിവിടെ ഇപ്പം എൻ്റെ ഈ ചെയർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട ഇത്. കാരണം നമ്മളെല്ലാം നോർമലാണ്. എത്ര ഉയരങ്ങൾ പോയി കഴിഞ്ഞാലും. ഞാനിന്ന് വരുന്ന സമയത്ത് അങ്കമാലി ക്രോസ് ചെയ്യാറായപ്പം ഞാൻ ഒരാളെ വിളിച്ചു. ആ സിംഗിങ് ഹിന്ദിയിൽ ആവിർഭവം നിറഞ്ഞ് അങ്കമാലി തന്നെയാണ് ആ കുട്ടിയുള്ളത്. അപ്പോൾ അവനെ വിളിച്ച സമയത്ത് അവൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടത് അവനെങ്ങനെ, ഇല്ല സാറേ, ഞങ്ങൾ ഒരിക്കലും അവൻ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ളത് അവൻ്റെ തലയിൽ കയറ്റിയിട്ടില്ല. കാരണം അവൻ 6 വയസ്സ് 7 വയസ്സായിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നമ്മളിതൊന്നും കേട്ട് നമ്മുടെ പ്രവൃത്തി ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഉയരങ്ങളിലെത്തും. അന്നും ഭവ്യത. ഓൾവേസ് കീപ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം നിങ്ങളെ അപ്രോച്ച് ചെയ്ത് വരുന്ന ആള്, നിങ്ങൾ ആ അധികാര പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ളതല്ല ആ കസേര. ആ കസേര നമുക്ക് എന്താണ് വേണ്ടത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഇപ്പം ഞാൻ ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഇപ്പോഴത്തെ എറണാകുളം കലക്ടർ, ദ വേ ഹി ഈസ് ബിഹേവിങ് ഇസ് സോ നൈസ്. ആ പവറൊന്നും കാണിക്കാൻ ഇന്നലെ എല്ലാ സ്റ്റാഫും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ജനങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇന്ന് എല്ലാ ഫയൽസും പെട്ടെന്ന് ക്ലിയർ ആയിരുന്നു. ഒറ്റയ്ക്ക് മുപ്പരം ക്ലിയർ ചെയ്തു. സോ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് വളരണം. ആൻഡ് യു ഓൾ ആർ ദ ജെംസ് ഓഫ് ദിസ് കൺട്രി. ഓൾവേസ് ലവ് യുവർ കൺട്രി. ദാറ്റ് ഈസ് ഇനഫ്. ബിക്കോസ് ഈ മണ്ണില്ലെങ്കിൽ നമ്മളില്ല മക്കളെ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇതിനെ ആ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് എന്നും രാജ്യത്തിന് വേണ്ടി പോരാടും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇവിടെ വിളിച്ചതിനും ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാനും എപ്പോഴുമുള്ള ഈ ലൈറ്റ്മാൻമാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുഖമൊക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എൻ്റെ ക്യാമറമാൻമാരെ ഞങ്ങളുടെ മുഖത്ത്
ഇങ്ങനെ ലൈറ്റ് ഇട്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ അന്ധകാരത്തിൽ നിന്നുകൊണ്ട് എന്ത് പറയണമെന്നുള്ള അറിയില്ല, നമ്മുടെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. എനിവേ അവരുടെ മുഖത്ത് ലൈറ്റ് ഇട്ട് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ വിളിച്ചതിനും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എനിക്ക് അവസരം തന്നതിനും, അതുപോലെ ഇവിടെയുള്ള കുറേ രാഷ്ട്രീയപരമായിട്ടുള്ളതും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലിരിക്കുന്ന ആളുകളെല്ലാം പരിചയപ്പെടാൻ സാധിച്ചാലും അച്ഛന്മാരോട് ഇന്നും എന്നിൽ വയസ്സ് കുറവാണ് നിങ്ങൾക്കൊക്കെ, എങ്കിലും ബഹുമാനത്തോടു കൂടി പറയുന്നു, ഐ റെസ്പെക്ട് യു ഓൾ ആൻഡ് ഐ എം അഫ്രൈഡ് ഓഫ് യു ഓൾ. വൈ? ബിക്കോസ് യു ആർ ടീച്ചേഴ്സ്. ആ ടീച്ചറിനോടുള്ള ബഹുമാനം, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റന്നാൾ എന്നെ പഠിപ്പിച്ച മാഷന്മാരിൽ ഒരു മാഷ് മാത്രം ബാക്കിയുണ്ട്. അദ്ദേഹത്തിന് 96 വയസ്സായിരിക്കുന്നു. മറ്റന്നാൾ ജനുവരി 26 ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ എൻ്റെ സ്കൂളിൽ പഴയ ആ സ്കൂളിൽ പഠിച്ച എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിലൊരു 250 പേരോളം വരുന്നുണ്ട്. ഈ അധ്യാപകനെ ഒന്ന് പോയി കാണാനാണ്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്നുള്ള അറിയില്ലെങ്കിലും ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുട്ടികളെ നിങ്ങൾ എത്ര വളർന്നാലും നല്ല പൊസിഷനിലിരിക്കുമ്പോൾ ആ BMW ഒക്കെ ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത് പറ, അച്ഛോ നിങ്ങൾ പഠിപ്പിച്ച ആളാണ് ഞാനെന്നത്. ദേ വിൽ ബി വെരി ഹാപ്പി. ഓക്കെ, കീപ് ദാറ്റ് റിലേഷൻഷിപ്പ് ഓൾവേസ് ആൻഡ് ലവ് യുവർ പേരൻസ്, ലവ് യുവർ കൺട്രി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ്. ആൻഡ് പിന്നെ അധികം നേരം ഞാൻ നിൽക്കില്ല. എനിക്ക് നാളെ എവിടേക്ക് പോകണം എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കില്ല, അത്രയുണ്ട് സ്ഥലങ്ങൾ. കോഴിക്കോടും അവിടെ എല്ലാം പോയിട്ട് വരണം. അപ്പം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. ജയ് ഹിന്ദ്.